നമസ്കാരം. എന്റെ പേര് ജയ്സൽ, സ്വദേശി അരീക്കോടനാണ്. നിലവിൽ ഞാൻ പ്രവാസിയായിരിക്കുന്ന സമയത്താണ് യൂറിക് ആസിഡ് ഉണ്ടായത്. 4 വർഷത്തോളം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ സൗദിയിൽ പണിയെടുക്കുന്ന സമയത്താണ് എനിക്ക് യൂറിക് ആസിഡ് തുടങ്ങിയത്. അവിടെ ഒരു ഹോട്ടൽ മേഖലയിൽ പണിയെടുത്തിരുന്നത്. അങ്ങനെ പണിയെടുക്കാൻ പറ്റാതെ അവിടെ ഷർഫിയ ജിദ്ദ, അവിടെ മലയാളി ഡോക്ടേഴ്സിന്റെ അടുത്ത് തന്നെ ഞാൻ 4 വർഷത്തോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് മാറുന്നില്ല. അങ്ങനെ ക്യാൻസർ ചെയ്ത് നാട്ടിൽ വന്ന സമയത്ത് എന്റെ ഒരു ഫാമിലി ഒരു അമ്മായി മുഖേനയാണ് ഞാൻ ഈ അഞ്ചസീവ എന്ന കമ്പനീന്റെ ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെട്ടു. ഐപ്പൾസ് എന്നോട് പറഞ്ഞത് 4 മാസം 8 ബോക്സെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു 5 ബോക്സിന്റെ അടുത്ത് കഴിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 മാസം 5 ബോക്സ് 2.5 മാസമാണ് കഴിച്ചിട്ടുള്ളത്. അപ്പൊ യൂറിക് ആസിഡ് പൂർണ്ണമായിട്ട് മാറി, മെഡിസിൻ ഒക്കെ ഒഴിവാക്കി. ഇപ്പൊ 1 വർഷത്തിന് മുകളിലായി മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഞാനിത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ യൂറിക് ആസിഡ് നിസാര കേസല്ല. എന്റെ ഒരു സുഹൃത്ത്, നമ്മളെ തോട്ടുമുക്കം, നമ്മളെ സുഹൃത്തിന് ഇതേമാതിരി യൂറിക് ആസിഡ് മൂലം മരുന്നിന്റെ സൈഡ് എഫക്ട് മൂലം 2 കിഡ്നി പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് അവന്റെ സർജറി കഴിഞ്ഞത്. അവന്റെ ഉമ്മാന്റെ കിഡ്നി മാറ്റി വെക്കേണ്ടായത്. ഒരു മരുന്നിന്റെ സൈഡ്